രാഹുൽ ഗാന്ധി റായ്ബറേലി മണ്ഡലം നിലനിർത്താൻ വേണ്ടി വയനാട് മണ്ഡലം ഉപേക്ഷിക്കുകയാണ്. രാഹുലിന് പകരമായി കോൺഗ്രസ് വയനാട്ടിൽ നിർത്താൻ പോകുന്നത് രാഹുലിൻ്റെ സഹോദരിയും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക വാദ്രയെയാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങൾ എന്തിൻ്റെ പേരിൽ ജയിപ്പിച്ചാലും അതിനി നെഹ്റുവിൻ്റെ പരമ്പരയെന്നോ ഇന്ദിരയുടെ കൊച്ചുമകനെന്നോ രാജീവിൻ്റെ മകനെന്നോ മുൻ കോൺഗ്രസ് പ്രസിഡന്റെന്നോ അങ്ങനെ നേടിയെടുത്തതും നേടാതെ കിട്ടിയതുമായ എന്തിൻ്റെ പേരിലാണെങ്കിലും അത് പ്രിയങ്ക ഗാന്ധിയിലും അവരുടെ തെരഞ്ഞെടുപ്പ് ഫലത്തിലും പ്രതിഫലിക്കുമെന്നതിൽ സംശയിക്കേണ്ട സാധ്യതയേയില്ല. സ്ത്രീകൾ രാജ്യത്തിൻ്റെ ഏത് ഭാഗത്ത് തെരഞ്ഞെടുപ്പിൽ നിന്നാലും ഉപാധിരഹിതമായി പിന്തുണ പ്രഖ്യാപിക്കേണ്ടതാണ്. പക്ഷേ മെറിറ്റും ചില സമയങ്ങളിൽ ചർച്ച ചെയ്യപ്പെടണം. പ്രിയങ്ക ഗാന്ധി വാദ്രയുടെ ഇലക്ഷൻ വയനാട്ടിലും കേരളത്തിലാകെയും ചർച്ച ചെയ്യപ്പെടുമ്പോൾ പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയുടെ പേരിലുള്ള കേസുകളെക്കുറിച്ചും സംസാരിക്കേണ്ടതുണ്ട്. റോബർട്ട് വാദ്രയ്ക്കും റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പായ DLF ഗ്രൂപ്പിനുമെതിരായി 2018 സെപ്റ്റംബറിൽ ഗുരുഗ്രാമിലെ ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ ഹരിയാന പോലീസ് ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 7.5 കോടി രൂപയ്ക്ക് വാദ്രയുടെ സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റി ഫേം വാങ്ങിയ 3.5 ഏക്കർ ഭൂമി മാസങ്ങൾക്കുള്ളിൽ DLF ഗ്രൂപ്പ് 57 കോടി രൂപയ്ക്ക്, അതായത് 7 ഇരട്ടയ്ക്ക് വാങ്ങുന്നു. വ്യാപകമായ അഴിമതി കണ്ടെത്തിയ ഈ ഭൂമി ഇടപാട് ഹരിയാനയിലെ ബന്ധപ്പെട്ട ലാൻഡ് ഇൻസ്പെക്ഷൻ ഉദ്യോഗസ്ഥൻ അശോക് ഖേംക റദ്ദു ചെയ്യുന്നു. തുടർന്ന് ഈ ഉദ്യോഗസ്ഥനെ കോൺഗ്രസിന്റെ ഹരിയാന മുഖ്യമന്ത്രി ഭൂപേന്ദ്ര സിംഗ് ഹൂഡ സ്ഥാനത്ത് നിന്നും പുറത്താക്കുന്നു. ഇതിനൊക്കെ ഒടുവിൽ ഹരിയാനയിൽ സർക്കാർ മാറി വന്നതിന് ശേഷം സ്റ്റേറ്റ് പോലീസ് വാദ്ര, ഹൂഡ, DLF എക്സിക്യൂട്ടീവ്സ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ക്രിമിനൽ കോൺസ്പിരസി, ചീറ്റിംഗ്, ഫ്രോഡ്, ഫോർജറി, അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പുകൾ ഉൾപ്പെടെയുള്ള കുറ്റങ്ങളിൽ കേസ് ബുക്ക് ചെയ്യുന്നു. അതും 2018. പൊടുന്നനെ ഒരിക്കൽ ഹരിയാന സർക്കാർ ഈ കേസിൽ മലക്കം മറിയുന്നു. അതായത് ഭൂമി ഇടപാടിൽ ഒരു തരത്തിലുമുള്ള വയലേഷനുകളോ നിയമവിരുദ്ധതകളോ ഇല്ലെന്ന്. ആർക്കും ഒന്നും അറിയാതിരുന്ന പുകമറകളിലാണ് ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിടുന്നത്. ഈ വിവരങ്ങൾ പ്രകാരം DLF ഗ്രൂപ്പ് 170 കോടി രൂപ BJPക്ക് ഒക്ടോബർ 2019 നവംബർ 2022 ഇടയിൽ നൽകിയിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. BJPക്ക് മാത്രമാണ് മുഴുവൻ പണവും പോയിട്ടുള്ളത്. പ്രിയങ്ക ഗാന്ധിയുടെ ഇലക്ഷൻ കാലത്ത് ഇലക്ടോറൽ ബോണ്ടും ഭൂമി തട്ടിപ്പും ഒക്കെ ചർച്ചയാകണം. പ്രിയങ്ക ഗാന്ധിയുടെ കുടുംബം ഏകപക്ഷീയമായി രാജ്യം ഭരിച്ച ഇന്ത്യ കൂടിയാണിത്. ആ തണലിൽ മുങ്ങിപ്പോകുന്ന അഴിമതികൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. പ്രിയങ്ക ഗാന്ധി ഏറ്റവും അധസ്ഥിതരായ മനുഷ്യരോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പത്രസമ്മേളനത്തിൽ ആരെങ്കിലും ഒരാൾ എഴുന്നേറ്റ് നിന്ന് അതിലാഘവത്തോടെ പ്രിയങ്കയോട് ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് ചോദിക്കണം. കോൺഗ്രസിന് എത്ര കിട്ടിയെന്ന്. വാദ്ര ഫാമിലിയിലെ അംഗമായ റോബർട്ട് വാദ്ര ഉൾപ്പെട്ട കേസ്, അതായത് പ്രിയങ്കയുടെ ഭർത്താവിൻ്റെ അഴിമതി കേസ്, ഇലക്ട്രൽ ബോണ്ട് കൈമാറ്റങ്ങളുടെ ഇടവേളയിൽ തേഞ്ഞു മാഞ്ഞു പോയതെങ്ങനെയെന്ന് ചോദിക്കണം. പ്രിയങ്കയും രാഹുലും തമ്മിലുള്ള ചിത്രങ്ങൾ, അവരുടെ ബന്ധങ്ങൾ, ഗാന്ധി കുടുംബത്തിൻ്റെ ലെഗസിയൊക്കെ ഇലക്ഷൻ സ്വാധീനമാകുന്ന കാലത്ത് അത്രയെങ്കിലും ചോദിക്കണം.